കോഴിക്കോട് വടകരയിൽ കാരവാനിനുള്ളിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ്. AC ഓൺ ചെയ്ത് ഉറങ്ങവേ വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം കാസർഗോഡ് സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വടകര കരിമ്പനപാലത്ത് കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ ഡ്രൈവർ മനോജ് കുമാറും കാസർഗോഡ് പറമ്പ സ്വദേശി ജോയലുമാണ് മരിച്ചത്. ഡ്രൈവർ ക്യാബിനിലെ സ്റ്റെപ്പിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു മനോജിന്റെ മൃതദേഹം. പിൻഭാഗത്തെ ക്യാബിനിന്റെ 2ാമത്തെ ബർത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ജോയലിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒഴുകിയ നിലയിലായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് വടകര ഇൻസ്പെക്ടർ N. സുനിൽകുമാർ. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടിയുടെ ഭാഗമായിട്ട് പോലീസ് സയന്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്, ഡോഗ് സ്ക്വാഡ് എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ RTOന്റെ ടീമുണ്ട്. ബെൻസിൻ്റെ ടെക്നിക്കൽ ടീം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യക്തമായ മരണകാരണം അറിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലായിരിക്കും. മനോജിന്റെയും ജോയലിന്റെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ. കുറേ വാഹനങ്ങളുണ്ട്, അതിൽ മാറി പോകുന്ന ആളാണ്. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ എപ്പോഴാണ്, പിന്നെ തുടരെ വിളിച്ചപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തിരിച്ച് ഓരോ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ AC അതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതാവാം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമ്മളോട് അങ്ങനെ തന്നെയാണ് സൂചന വന്നത്, അങ്ങനത്തെ ആവുമെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നാണ് പറഞ്ഞത്. വാഹനത്തിന്റെ തകരാറാണോ മരണത്തിന് ഇടയാക്കിയത് എന്ന് കണ്ടെത്താൻ ഭാരത് ബെൻസ് സാങ്കേതിക വിദഗ്ധരുടെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തും. മലപ്പുറം എരമംഗലം സ്വദേശി നാസറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ വാഹനം. 24 കോഴിക്കോട്.